ശ്രീമാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ അവതരിപ്പിക്കുന്നു പ്രദക്ഷിണ വഴിയിലൂടെ എപ്പിസോഡ് 79. ഞാൻ ഇന്ന് നിൽക്കുന്നത് മരടിലുള്ള മുത്തേടം പള്ളി അങ്കണത്തിലാണ്. അതായത് സ്വർഗീയ മധ്യസ്ഥയായ മറിയം മഗ്ദലേനയുടെ തിരുനാമത്തിലുള്ള പുണ്യപൂജിതമായ സ്ഥലം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യയായിരുന്നു മഗ്ദലേന മറിയം. ഈശോയുടെ ഉയിർപ്പിന്റെ ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടതും ഈ പുണ്യവതിയുടെ മുന്നിലാണ്. എന്നിരുന്നാലും ഈ ദേവാലയം ഇന്ന് അറിയപ്പെടുന്നത് മുത്തേടം പള്ളി എന്നതാണ് പ്രത്യേകത. ഇതിൻ്റെ ചരിത്ര ഏടുകളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് കുടിയേറി പാർത്ത ഫാമിലിയാണ് മുത്തേടംകാർ. ഈ കുടുംബക്കാർ ക്രിസ്തുമത വിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊണ്ടവർ ആയിരുന്നു. അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ നിന്നും ഈ സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഒരു കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. അതിനോട് ചേർന്ന് ഒരു കെടാവിളക്ക് നാട്ടുകയും ചെയ്തു. ഇതോടുകൂടി അവിടെ ധാരാളം പേർ പ്രാർത്ഥിക്കുവാനും എത്തിയിരുന്നു. പിൽക്കാലത്ത് ഈ സ്ഥലം വരാപ്പുഴ രൂപതയ്ക്ക് നൽകുകയും ചെയ്തു. 1833 മറിയം മഗ്ദലേനയുടെ നാമത്തിൽ ഇവിടെ ഒരു ദേവാലയം ഉയരുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ. മേജർ കമ്മ്യൂണിക്കേഷൻ്റെ 78-ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർത്തവമായ സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കഥയല്ല, ഒരു പുതിയ സെഗ്മെൻ്റാണ്. അതായത് ചർച്ച് കൊയറുകളെ പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പള്ളിക്കൊയറിൽ നല്ല പാട്ടുകാരുണ്ട്, വിദഗ്ധരായ ആർട്ടിസ്റ്റുമാരുണ്ട്. പക്ഷെ നമ്മൾ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പാടുന്ന ചിലവരുടെ പേരുകൾ മാത്രം നമുക്കറിയാം. പാട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ നല്ല കലാകാരന്മാരെ ഒരു തിരശ്ശീലക്ക് പുറത്താണ് നമ്മൾ കാണുകയല്ല, കേൾക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ നല്ല കലാകാരന്മാരെയും ഗായകരെയും ഗായികമാരെയും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് മരടിലുള്ള മുത്തേടം പള്ളി, അതായത് സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ മഗ്ദലേന മറിയത്തിൻ്റെ തിരുനാമത്തിലുള്ള ഈ പള്ളിയിലെ കൊയർ ടീമുകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഈ കൊയർ ടീമിൻ്റെ മാസ്റ്റർ, അതായത് ഗാഗുൽ ജോസഫ്. ഗാഗുൽ ജോസഫിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മനുഷ്യനാണ്. നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്. പല ഓർക്കസ്ട്രകളിലും പാടി അദ്ദേഹത്തിൻ്റെ ഗാതി നാട് മുഴുവൻ എത്തിച്ച ഒരു മനുഷ്യനാണ്. എന്തിനറിയാൻ പറയുന്നു, കേരളത്തിലെ നമ്പർ 1 ഓർക്കസ്ട്രയായ CSCയിലെ ഒരു ഗായകനും കൂടിയാണ് ഗാഗുൽ. അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രശസ്തി. ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്നിനോട് മികച്ചു നിൽക്കുന്ന ഗാനങ്ങളാണ് അവയിൽ എല്ലാം. അത് നിങ്ങളെല്ലാം കേട്ടു കാണും, ആസ്വദിച്ചു കാണും. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇവിടുത്തെ കൊയർ ടീം ഉള്ളത്. ഞാൻ ഓരോ മെമ്പേഴ്സിനായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അപ്പൻ ഗായകനെയും ഒരു മകൻ ഗായകനെയുമാണ്. ആദ്യം പരിചയപ്പെടുത്തുന്നത് അപ്പനെയാണ്. ജിമ്മി ഫ്രാൻസിസ് നല്ല ശബ്ദത്തിനുടമയാണ്. അതുപോലെ തന്നെ
അതിലും ഒരുപടി മേലെയാണ് മകന്റെ ശബ്ദം. ആൽവിൻ ജിമ്മി. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ജെയ്ബോ ഡേവിസ്, അറക്കൽ ഫാമിലി. അദ്ദേഹവും നല്ലൊരു ഗായകനാണ്. അടുത്ത ഗായകനാണ് മൂബിൻ ടൈറ്റസ്. അദ്ദേഹം നല്ല ഗായകനും ഈ പള്ളിയിലെ നല്ലൊരു സംഘാടകനും കൂടിയാണ്. അടുത്ത ഒരു ഗായികയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, അന്ന മേരി ഏഞ്ചൽ. നല്ല ഒരു മാധുര്യമുള്ള സ്വരത്തിൻ്റെ ഉടമ കൂടിയാണ്. അടുത്ത ഗായിക ബിൻസി മാർട്ടി. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷൈബി ജോസഫ്. അടുത്ത ഗായിക അനുശ്രിയ നെടുംപറമ്പിൽ. അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാളി സാബു. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു ഗായികയാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെറ്റി. ഇനി നിങ്ങൾ എല്ലാവരും ചേച്ചി എന്ന് വിളിക്കുന്ന സോജ വർഗീസിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വയസ്സിലും അതിമധുരമായ ശബ്ദത്തിനാൽ നിങ്ങളെല്ലാം കോരിത്തിരിപ്പിച്ചിട്ടുള്ള സോയ. അവസാനമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓർക്കസ്ട്രയുടെ ജീവതാളവും ജീവസ്പന്ദനവും എന്ന് പറയുന്നത് കീബോർഡാണ്. അതായത് റിതം, ലീഡ്, കോഡ്സ്, ബേസ്, ഇതെല്ലാം ഈ കലാകാരൻ്റെ 10 വിരലുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. അതേപോലെയുള്ള ഒരു കലാകാരനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, യേശുദാസ്.